കണ്ടില്ലേ പോകുന്നുള്ളൂ. അന്ന് വരട്ടെ അവരിങ്ങോട്ട്. എന്താ കാണോ നിങ്ങൾക്ക്? കാണണോ? എന്താ ഉദ്ദേശം നിങ്ങള്? കൂകി വിളിക്കുകയാണ് ആളുകൾ എംഎൽഎമാരെ. നേരത്തെ വലിയ തരത്തിലുള്ള പ്രതിഷേധം എംഎൽഎമാർക്കെതിരെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ അടുത്തുള്ള ഒരു കടയിലേക്ക് മാറി നിൽക്കുകയായിരുന്നു എംഎൽഎമാർ. ശേഷം ഇപ്പോൾ ജനക്കൂട്ടത്തിന്റെ നടുവിലൂടെ എംഎൽഎമാരെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ എംഎൽഎമാരെ വലിയ തരത്തിൽ കൂകി വിളിക്കുകയാണ് ജനങ്ങൾ. എംഎൽഎമാർക്കെതിരെ പ്രതിഷേധം ഉണ്ടാവുന്ന സാഹചര്യമാണ്. പോലീസ് അടക്കം ഈ പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ പോലീസ് അടക്കം ഇവിടെ ഉണ്ടെങ്കിലും നിയന്ത്രിക്കാൻ കഴിയാത്തത്രയും വലിയ ആൾക്കൂട്ടം പോലീസിന് നേരെയും എംഎൽഎമാർക്ക് നേരെ കയ്യാങ്കളി അടക്കം ഉണ്ടാകുന്നു. എംഎൽഎമാർക്ക് നേരെ കയ്യാങ്കളി ഉണ്ടാകുന്നു. വലിയ പ്രതിഷേധം. പോലീസ് വീണ്ടും ലാത്തി ചാർജ് നടത്താനുള്ള സാഹചര്യം കൂടി ഉണ്ടാകുന്നു. എംഎൽഎമാരെ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോവുകയാണ്. ഞങ്ങളൊക്കെ ഇവിടെ വന്നു, മനസ്സിലായോ? ഇവിടെ ആരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? ആവശ്യമില്ല പ്രശ്നം ഉണ്ടാക്കല്ലേ? എന്താ കാര്യം? ഇന്നലെ രാത്രി ഈ സംഭവം നടന്നത് മുതൽ രാത്രി മെഡിക്കൽ കോളേജ് ആശുപത്രി പോസ്റ്റ്മോർട്ടം ചെയ്യിച്ച് ബോഡി ഇവിടെ കൊണ്ടുവന്ന് ഇതിന്റെ ആവശ്യങ്ങൾക്ക് മുഴുവൻ ക്രമീകരിച്ച് അതിനൊക്കെ ഇവർക്കെതിരെ ശക്തമായി നടപടിയെടുക്കും. വഷളാക്കരുത്. ജനത്തിന്റെ വികാരം മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഇവിടെ എത്തണം എന്നുള്ളതാണ്. ആ പ്രശ്നം നമ്മൾ മനസ്സിലാക്കുന്നു. അതിനെ അനിയന്ത്രിതമായി കൊണ്ടുപോകരുത്. ജനത്തിന്റെ പ്രയാസമുണ്ട്. ജനത്തിന് വഴി തിരിച്ചുവിടുകയാണ്. പ്രശ്നം ആരെ പഠിച്ചിട്ട് നമ്മള് പോകുന്നത്? സർക്കാരിനെതിരെ തിരിയേണ്ടത് എംഎൽഎമാരുടെ നേരെ തിരിയുന്നത്. ക്യാമറ ഒക്കെ പിന്നെ സംസാരിച്ചായി. അല്ല, ഇത് കിഫ്ബിയുടെയും FRF-ന്റെയും ആളുകളാണ് ഇവിടെ ബഹളമുണ്ടാക്കിയത്. പ്രതിയെ ഞാൻ കണ്ടെത്തി. നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. പുറത്തുനിന്നുള്ള നിയമപരമായിട്ട് മുന്നോട്ട് പോകും. പുറത്തുനിന്നുള്ള ശക്തികളുണ്ടെന്ന്. അതെ, പുറത്തുനിന്നുള്ള ശക്തി തീർച്ചയായിട്ടും ഉണ്ട്. രാഷ്ട്രീയമായിട്ട് നിങ്ങൾ ഹർത്താൽ പ്രഖ്യാപിച്ചല്ലോ. അതിനപ്പുറത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ രണ്ട് സംഘടനകളാണ്. നിയമപരമായിട്ട് മുന്നോട്ട് പോകും. ഏതൊക്കെ ശക്തികൾ അങ്ങനെ പറയുന്നതിന്റെ സ്വഭാവം പൂർണ്ണമായും മാറുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ എംഎൽഎമാർക്ക് നേരെ പോലും കയ്യാങ്കളി അവസ്ഥ, അത് വളരെ വലിയ തരത്തിലുള്ള കയ്യാങ്കളി ഉണ്ടാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് പരിഹരിക്കപ്പെടാൻ Yes,